ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കാത്ത അല്ലെങ്കിൽ ജീവനെ നൽകാത്ത ആരും എൻ്റെ ശിഷ്യന്മാരല്ല. ബേസിക് ക്വാളിഫിക്കേഷനാണ് പറയുന്നത്. ടു ലവ് മീ ഇറ്റ് കോസ്റ്റ് ജീസസ് ഹിസ് ലൈഫ്. ടു ലവ് ജീസസ് ഇറ്റ് കോസ്റ്റ് മൈ ലൈഫ്. God is God. There is Godness in God. ദൈവത്തിൽ ദൈവത്വമുണ്ട്. വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. എല്ലാവരും വിളിച്ചെഴുന്നേൽപ്പിക്കുക. ടി വിയിൽ കാണുന്നവർ എല്ലാവരും വിളിച്ച് പറയുക. സോഷ്യൽ മീഡിയയിൽ കാണുന്നവർ ഇതിൻ്റെ ലിങ്കുകൾ ഇപ്പോഴേ അങ്ങ് അയക്കാൻ തുടങ്ങുക. ഒത്തിരി പേര് അനുഗ്രഹിക്കപ്പെടട്ടെ. അപ്പോൾ നമ്മൾ ഇന്നലെ 500ാമത്തെ എപ്പിസോഡൊക്കെ സെലിബ്രേറ്റ്, വലിയ മൈൽ സ്റ്റോണാണ് കഴിഞ്ഞത്. ഇതിനു മുമ്പ് 500 കഴിഞ്ഞതാണ്. 10,000 ആയതാണ്. അനുഭവങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ വാ, വളരെ അത്ഭുതകരമായ കാര്യങ്ങളാണ് ഈ ഒരു മോർണിംഗ് ഗ്ലോറിയിലൂടെ വരുത്തിയ മാറ്റം. And we are really humbled the way the Lord is moving. ഇത് കർത്താവിൻ്റെ അനുഗ്രഹമാണ്, കർത്താവിൻ്റെ കൃപ മാത്രമാണ്. ഈ ലോക്ക്ഡൗൺ കാലത്ത് കർത്താവ് ഇങ്ങനെ നമുക്ക് ദിവസവും ബൈബിൾ സ്റ്റഡിക്കൊക്കെയുള്ള ഭാഗ്യം തന്നു. അമേസിങ് ആർ ദ വേസ് ദ ലോർഡ് ഈസ് ലീഡിങ് അസ്. ഇന്ന് 501ാമത്തെ എപ്പിസോഡാണ്. എബ്രായ ലേഖനം തുടരുകയാണ്. ഐ ആം റിയലി എക്സൈറ്റഡ്. ഭയങ്കര ആവേശത്തിലാണ് ഞാൻ. നമുക്ക് സ്പോൺസേഴ്സിനായി പ്രാർത്ഥിച്ചാലോ? അതെ, 501ാമത്തെ എപ്പിസോഡിന്റെ ഇന്നത്തെ സ്പോൺസർ എറണാകുളത്ത് നിന്ന് ഡീൻ വിൻസെന്റ് ആണ്. ഇന്ന് ഡീന്റെ ജന്മദിനമാണ്. Many happy returns of the day, Dean. കർത്താവെ, അനുഗ്രഹിക്കപ്പെട്ടൊരു ജോലി ലഭിക്കുവാൻ, രക്ഷിക്കപ്പെടുവാൻ വേണ്ടി കൂടെ ഞങ്ങൾ ആ മകനായിട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അടുത്ത നമ്മുടെ സ്പോൺസർ ആറ്റിങ്ങലിൽ നിന്ന് ജയശ്രീയാണ്. ഇന്ന് ജയശ്രീയുടെ 30ാമത്തെ വിവാഹ വാർഷികമാണ്. നമ്മളെല്ലാം ഒത്തിരി മൂത്തതാണല്ലോ. ഹാപ്പി ആനിവേഴ്സറി. കർത്താവെ, 2 പേരുടെയും നല്ല ആരോഗ്യത്തിനായിട്ടും സ്നേഹത്തിലായിരിക്കുവാനും ഇളയ മകന്റെ ശരീരത്തിലെ കുരുക്കൾ മാറുവാനും വിദേശത്ത് ജോലി ലഭിക്കുവാനും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. അടുത്ത നമ്മുടെ സ്പോൺസർ കണ്ണൂരിൽ നിന്ന് ഒരു ഭാർഗവിയാണ്. താങ്ക് യു സോ മച്ച് ഭാർഗവി. കർത്താവെ, വീട് പണി എത്രയും വേഗം പൂർത്തിയാകുവാൻ, ഇളയ മകൾ അനിതയ്ക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകുവാൻ, മൂത്ത മകളുടെ മക്കളായ തരുൺ, മിഥുൻ എന്നിവർ അനുഗ്രഹിക്കപ്പെടുവാൻ വേണ്ടി കൂടെ ഞങ്ങളിപ്പോൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ എല്ലാ സ്പോൺസേഴ്സിനെയും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അനുഗ്രഹിക്കുന്ന കർത്താവെ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. ഓൾറൈറ്റ്, എബ്രായ ലേഖന പഠന പരമ്പരയുടെ ജൈത്രയാത്ര നമ്മൾ തുടരുകയാണ്. അതിൽ മിനിഞ്ഞാന്ന് നമ്മൾ 2ാം അധ്യായത്തിൽ ചില ഭാഗങ്ങൾ കൂടെ നമ്മൾ കണ്ടു. 1ാം അധ്യായം കഴിഞ്ഞു, 2ാം അധ്യായത്തിലെത്തി. അതിലധികവും നമ്മൾ ടച്ച് ചെയ്തൊരു ഭാഗം, ജീസസ് ടേസ്റ്റഡ് ഡെത്ത് ഫോർ മീ. എനിക്ക് വേണ്ടി യേശു എന്ന മരണം രുചിച്ചു. ആ മരണം യേശു രുചിച്ചത് കൊണ്ടാണ് ആദം നഷ്ടപ്പെടുത്തിയ ഒറിജിനൽ അധികാരത്തിലേക്ക് നമ്മളെ തിരിച്ചു കൊണ്ടുവന്നത്. ആ പൊസിഷനിലേക്കും, അല്ലെ, ദൂതന്മാരെക്കാൾ താഴ്ന്നു പോയി, എന്നാൽ അതിനേക്കാൾ മുകളിലേക്ക് കർത്താവ് വീണ്ടെടുത്ത് നമ്മളെ കൊണ്ടുവന്നു. ഇങ്ങനെയുള്ള നല്ല നല്ല കഥകളൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. ഇന്ന് നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് വേഴ്സ് നമ്പർ 10 മുതലാണ്. 10 മുതൽ അങ്ങ് 13 വരെ അങ്ങ് പോവാം. വായിച്ചു. സകലത്തിനും ലാക്കും സകലത്തിനും കാരണഭൂതനുമായവൻ അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ അവരുടെ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്നത് യുക്തമായിരുന്നു. വിശുദ്ധീകരിക്കുന്നവനും വിശുദ്ധീകരിക്കപ്പെടുന്നവർക്കും എല്ലാം ഒരുവനല്ലോ പിതാവ്. അത് ഹേതുവായി അവൻ അവരെ സഹോദരന്മാർ എന്ന് വിളിപ്പാൻ ലജ്ജിക്കാതെ, ഞാൻ നിന്റെ നാമത്തെ എന്റെ സഹോദരന്മാരോട് കീർത്തിക്കും, സഭാമധ്യേ ഞാൻ നിന്നെ സ്തുതിക്കുമെന്നും ഞാൻ അവനിൽ ആശ്രയിക്കുമെന്നും ഇതാ ഞാനും ദൈവവും എനിക്ക് തന്ന മക്കളുമെന്നും പറയുന്നു. വളരെ ഗഹനമാണ്. റെഡിയാണോ? പോയാലോ? യെസ്. ഇവിടെ പറയാം, ഇറ്റ് വാസ് ഫിറ്റിംഗ് ഫോർ ഹിം for whom are all things and by whom
are all things in bringing many sons to glory, to make the captain of their salvation perfect through sufferings. രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്നത് ഉചിതമായിരുന്നു എന്ന് പറയുന്നു. യുക്തമായിരുന്നു. ഇവിടെ ഈ ഫോർ ഇറ്റ് വാസ് ഫിറ്റിംഗ് എന്ന് പറയാൻ കാരണം കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്നത് യുക്തമായിരുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദൈവത്തിന് വേണമെങ്കിൽ ഇപ്പം നമ്മളെ രക്ഷിക്കാൻ, അതായത് ഗോഡ് കുഡ് ഹാവ് എൻജിനീയർഡ് സം അതർ വേ, അല്ലേ? വേറൊരു മാർഗത്തിലൂടെ ഇത് ചെയ്യാമായിരുന്നു. യേശുവിനെ ഇങ്ങനെ കഷ്ടാനുഭവങ്ങളിലൂടെ കൊണ്ടുപോയി തികഞ്ഞവനാക്കി ഈ രക്ഷ ഇങ്ങനെ നേടുന്നതിന് പകരം ദൈവത്തിന് കൽപ്പിച്ചാൽ പോരെ. കൽപ്പിച്ചിട്ട് ഇതെല്ലാം ഉണ്ടായതല്ലേ. വാ കൊണ്ട് കൽപ്പിച്ചാൽ പോരെ. രക്ഷ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞാൽ തീർന്നില്ലേ? വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ പോലെ മനുഷ്യൻ വീണ്ടെടുക്കപ്പെടട്ടെ, രക്ഷയുണ്ടാകട്ടെ, പാപം പോകട്ടെ, ശുദ്ധമാകട്ടെ എന്ന് പറഞ്ഞാൽ ശരിയാവില്ല. ഇത്രയും നൂറ്റാണ്ടുകളെ യുഗങ്ങളും പിടിച്ച് പുത്രനെ ഇവിടെ മനുഷ്യന്റെ കോലത്തിൽ വിട്ട് അവരാൽ പീഡനം സഹിച്ച് കഷ്ടപ്പെട്ട് ക്രൂശ് ചുമന്ന് മരിച്ച് ഇങ്ങനെ കഷ്ടാനുഭവങ്ങളാൽ അവനെ തികഞ്ഞവനാക്കേണ്ട ആവശ്യമുണ്ട്. അവൻ തികഞ്ഞവനല്ലേ? പൂർണ്ണനല്ലേ? ഇതെല്ലാം കൂടി ചിന്തിച്ചാൽ ചിലപ്പോൾ ചിലർക്കൊക്കെ വട്ടുപിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അങ്ങനെ ചിന്തിക്കേണ്ട, ഞാൻ സഹായിക്കാം. വിൽ ഹെൽപ്പ് യു. ഇവിടെ സംഭവിക്കുന്നത്, ദൈവത്തിന് വളരെ ഷോർട്ട് കട്ടിലൂടെ വേണമെങ്കിൽ മനുഷ്യന് രക്ഷ സാധിക്കാമായിരുന്നു, വാക്കുകൾ കൊണ്ട് സാധിക്കാമായിരുന്നു. പക്ഷെ അവൻ ചെയ്യാതെ ഇങ്ങനെ കഷ്ടാനുഭവങ്ങളിലൂടെ തികഞ്ഞവനാക്കി എടുക്കേണ്ടത് യുക്തമായിരുന്നു. ഇറ്റ് വാസ് ഫിറ്റിംഗ് ഫോർ ഹിം. അത് യുക്തമായിരുന്നു, അത് ഉചിതമായിരുന്നു. ഇറ്റ് വാസ് ഫിറ്റിംഗ്. കാരണം ലോജിക്കലി ദൈവത്തിൻ്റെതായ ലോജിക്കുണ്ട്. ലോജിക്കലി യുക്തിപരമായി ചിന്തിക്കുമ്പോൾ മനുഷ്യൻ എന്താണ് സംഭവിച്ചത്? മനുഷ്യന് സംഭവിച്ചത് പാപത്തിൻ്റെ വീഴ്ച മൂലം തനിക്ക് ഏൽപ്പിച്ചിരുന്ന ഒറിജിനൽ അധികാരം നഷ്ടപ്പെടുത്തി, വിശുദ്ധി നഷ്ടപ്പെടുത്തി, ചിലപ്പോൾ അവൻ്റെ സ്വരൂപത്തിന് പോലും കോട്ടമുണ്ടായി അവൻ വീണുപോയി. ഇനി ആ വീണ്ടെടുപ്പ് ദൈവത്തിൻ്റെ ലോജിക്ക് അനുസരിച്ച് നടക്കണമെങ്കിൽ ഒരാൾ അതുപോലെ തന്നെ മനുഷ്യനായി തന്നെ വന്ന് അതേ പ്രശ്നങ്ങളിലൂടെ പോയി, ടെംപ്റ്റേഷൻസിലൂടെ പോയി, മനുഷ്യൻ ഇന്ന് കഷ്ടം അനുഭവിക്കുന്നുണ്ട്. അതേ കഷ്ടങ്ങൾ അനുഭവിച്ച് അതേ പാതയിലൂടെ പൂർണ്ണതയിൽ നിന്നുകൊണ്ട് അതിനെ ജയിക്കണം. ഇത് ദൈവത്തിൻ്റെ സോവറിനിറ്റിയിലുള്ള അല്ലെങ്കിൽ പരമാധികാരത്തിലുള്ള ദൈവത്തിൻ്റെ ഒരു പദ്ധതിയാണ്. That is the way God is doing. ഇപ്പം ഞാൻ ചെയ്യുവാണെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്തു തന്നെ. പക്ഷെ ദൈവമാണ്. പറഞ്ഞേ, ദൈവമാണ്. ഒന്നുകൂടി പറഞ്ഞു, ദൈവം. എല്ലാവരും ഒന്ന് പറഞ്ഞേ. ലൈവ് ചാറ്റിലൊക്കെ വന്നിട്ട് ദൈവം, God is God. There is Godness in God. ദൈവത്തിൽ ദൈവത്വമുണ്ട്. അതിനെ ചോദ്യം ചെയ്യാൻ നമുക്ക് സാധ്യമല്ല. ഇല്ല, അത് ദൈവത്തിന്റെ വഴിയാണ്. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, നിങ്ങളുടെ ചിന്തയല്ല എൻ്റെ ചിന്ത, നിങ്ങളുടെ വിചാരങ്ങളല്ല എൻ്റെ വിചാരങ്ങൾ, നിങ്ങളുടെ വഴികളല്ല എൻ്റെ വഴികൾ, നിങ്ങളുടെ പ്ലാനുകളല്ല എൻ്റെ പ്ലാനുകൾ. ഐ ആം ഡിഫറെന്റ്, ഐ ആം ഗോഡ്. അപ്പം അതിലേക്ക് നിങ്ങൾ വന്നാൽ മതി. അത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഞാനൊരു പരിപാടിയെ വെളിപ്പാട് തരാം. ചിന്തിച്ച് പലരും മനോരോഗികളായി, തിയോളജിയൻസ് ആയിട്ടൊക്കെ ചിന്തിച്ച് ചിലർ നിരീശ്വരവാദികളായി. നല്ല കാര്യത്തിൽ തുടങ്ങിയതാണ്, അവസാനം നിരീശ്വരവാദികളായി. എന്തിനു പറയുന്നു? നമ്മുടെ ചാൾസ് ഡാർവിൻ HMS ബ്യൂഗിൾ എന്ന് പറഞ്ഞ കപ്പലിൽ ലോകപര്യടനമൊക്കെ നടത്തി. അതിനു മുമ്പ് അദ്ദേഹം നല്ലൊരു ക്രൈസ്തവനായി അറിയപ്പെട്ടിരുന്ന ഒരാളാണെന്ന് ഓർക്കണം. ഈ ഉലക പര്യടനമൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴേക്കും പുള്ളിയുടെ തല തിരിഞ്ഞു. നേരെ ചിന്തിക്കാൻ പിന്നെ പറ്റുന്നില്ല. അദ്ദേഹത്തിന് ബൈബിളിലുള്ള വിശ്വാസവും ഈ സൃഷ്ടിപ്പിനെ കുറിച്ചുള്ള വിശ്വാസങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോയി. പിന്നെ മരണക്കിടക്കയിലാണ് അദ്ദേഹത്തിന് ഒരു അനുതാപം ഉണ്ടായത്. അതാരും അറിഞ്ഞില്ല. അതിനു മുമ്പ് അദ്ദേഹം ഉണ്ടാക്കിയ സിദ്ധാന്തങ്ങൾ ടെക്സ്റ്റ് ബുക്കിലൊക്കെ കയറിപ്പോയി, അങ്ങനെ ആയിപ്പോയി. ഇങ്ങനെയുള്ള അബദ്ധങ്ങൾ പല. അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ സത്യം പറഞ്ഞാൽ എന്താണ്, വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കണം. അങ്ങനെ ഒഴുകിപ്പോയ പുള്ളിയാണ്. ഇതുപോലെ ഒത്തിരി പേര് ഒഴുകിപ്പോയിട്ടുണ്ട്. പതുക്കെ ചിന്തകൾ മാറി ഫിലോസഫിയായി, സൈക്കോളജിയായി, മനുഷ്യൻ്റെ ഇസങ്ങളായി പല സ്കൂൾസ് ഓഫ് തോട്ട്സിലേക്ക് പോയി
പതുക്കെ 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 ഒഴുകി 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 പിന്നെ നോക്കുമ്പോഴാണ് അനേക നോട്ടിക്കൽ മൈൽ അകലെയാണ് കപ്പൽ. പോയി, വിശ്വാസക്കപ്പലത്തെ ചിലർ തകർന്നു പോയി, ചിലർ ഒഴുകിപ്പോയി. പിന്നെ കാണുന്നല്ല ആഫ്രിക്കയിലോ അന്റാർട്ടിക്കയിലോ ഐസ് പിടിച്ച എവിടെയെങ്കിലുമൊക്കെ ആയിരിക്കും അവരുടെ കപ്പൽ കിടക്കുന്നത്. ഇങ്ങനെ ഒഴുകി പോകാതിരിക്കാനാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? കേട്ടത് അധികം ശ്രദ്ധയോടെ, കൂടുതൽ ശ്രദ്ധയോടെ കരുതിക്കൊള്ളുക. അതുകൊണ്ടാ മക്കളെ എഴുത് 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 എന്ന് ഞാൻ പറയുന്നത് എല്ലാ ദിവസവും. നോട്ട്ബുക്ക് എടുക്ക്, എഴുത്, ടൈപ്പ് ചെയ്യ്, കുറിച്ച് വെക്ക്. ഇതൊക്കെ പറയാൻ കാരണം എന്താ? ഇല്ലെങ്കിൽ പതുക്കെ പതുക്കെ ജീവിതത്തിൻ്റെ ഒഴുക്കിൽ ഇങ്ങനെ ഈ സാധാരണ ഒരു പുഴയിൽ പോയി ഇങ്ങനെ ഒരു ഓളം ഇങ്ങനെ ഇപ്പം നമ്മളിങ്ങനെ വെറുതെ ഇറങ്ങി നിന്നാൽ കാലിൽ ഇങ്ങനെ ഒരു സാധനം ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും. ഇനി കടലിലാണെങ്കിൽ തിരമാലയാണ് അല്ലെ, ഭയങ്കരമായി വന്ന് ഉരുണ്ട് അല്ലെ റോൾ ചെയ്ത് വന്ന് അടിച്ചുകൊണ്ടിരിക്കും. അപ്പൊ അതൊക്കെ ഇതിലൊക്കെ ഒഴുകി പോകുന്ന സമയങ്ങളിൽ ഇതുപോലെ വഞ്ചി ട്രാവൽ ചെയ്യുമ്പം അടിയൊഴുക്കുകൾ ഉണ്ടാവും. അപ്പം അപ്പോഴും ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ കൃത്യമായിട്ട് നമുക്ക് പോകേണ്ട ഒരു ദിശയിലേക്ക് നമ്മൾ തുഴയുന്നില്ല എങ്കിൽ ചുമ്മാ വഞ്ചിയിൽ അതങ്ങ് ഒഴുകിപ്പോകും. അത് ചിലപ്പോൾ കടലിലേക്ക് പോകും. നമ്മൾ നയഗ്ര വെള്ളച്ചാട്ടത്തിൽ സംഭവിച്ച ഒരു ചരിത്രം തന്നെ കേട്ടിട്ടുണ്ട്. ഇതുപോലെ തുഴയാതെ 2 ചെറുപ്പക്കാരുണ്ടായിരുന്നു. സംഭവിച്ചത് ഒഴുകി 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 അവസാനം നയഗ്രയിലേക്ക് താഴേക്ക് വീണ് പതിച്ച് 2 പേരുടെയും ജഡം. ഒത്തിരി പേര് വിളിച്ചു പറഞ്ഞു എന്നാ പറയുന്നത്, നിങ്ങൾ പോകരുത്, ഇനി ഡോണ്ട് ഗോ ഫർദർ, ഡോണ്ട് ഗോ ഫാർദർ, ഇനി അപ്പുറത്തേക്ക് പോയി. ഞാൻ പറയും പിള്ളേര് കളിയായിരുന്നു അതിന്റെ മുകളിലുള്ള, അതായത് വെള്ളച്ചാട്ടം തുടങ്ങുന്നതിന് മുമ്പിലുള്ള ആ ഒഴുക്കിൽ അത് ശാന്തമായിട്ട് ഒഴുകുന്നത്, ഒരു കുഴപ്പമില്ല. പക്ഷെ അതിന് ശേഷമാണ് ഭയങ്കരമായ ഒരു ക്ലിഫിലൂടെ ഒഴുകുന്നത്. ഇവിടെ വരെ നീന്തി വന്നപ്പോഴേ കാണികൾ പറഞ്ഞു ഇനി പോകരുത് മക്കളെ, ഇനി പോകരുത്. പക്ഷെ അവർ ശ്രദ്ധിച്ചില്ല. ശ്രദ്ധിക്കാഞ്ഞത് കൊണ്ട് ഒറ്റ വീഴ്ച 2 പേരുടെയും എല്ലാം പോയി. ഇങ്ങനെ ആകാതിരിക്കാൻ ശ്രദ്ധിക്കാനാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ യേശു കർത്താവ് എന്താ ചെയ്തത്? മനുഷ്യനെ പോലെയായി മരണം ആസ്വദിച്ച് ആ കഷ്ടാനുഭവങ്ങളിലൂടെ പോയാണ് രക്ഷ നേടിയത്. അതിന് ഒരു കാരണം, അടുത്തൊരു കാരണം, ഒന്ന് ദൈവത്തിൻ്റെ വഴി അതാണ്. അടുത്തൊരു കാരണം, റിയൽ ലവ് ഈസ് സാക്രിഫൈസിങ് ലവ്. യഥാർത്ഥ സ്നേഹം എന്ന് പറയുന്നത് ത്യാഗ മനോഭാവത്തോടെയുള്ള സ്നേഹമാണ്. 2 ശമൂവേൽ 24:24 ദാവീദ് പറയുന്നൊരു കാര്യമുണ്ട്, വില മുടക്കാതെ ഞാൻ യാഗം കഴിക്കുകയില്ല. വെറുതെ ഒരു സ്നേഹം എന്ന് പറയുന്നത് ഭംഗിവാക്കായി പറയാം, എന്നാൽ യഥാർത്ഥ സ്നേഹം വെളിപ്പെടുന്നത് എത്ര ഡിഗ്രി, എത്ര കിലോഗ്രാം, എത്ര ടൺ സാക്രിഫൈസ്, ത്യാഗം അതിൽ ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്. അതാണ് യഥാർത്ഥ സ്നേഹത്തിന്റെ ആഴം, നീളം, വീതി, ഉയരം. ദാവീദിന്റെ വാക്ക് ഇങ്ങനെയാണ്, എനിക്കൊന്നും ചെലവില്ലാതെ ഞാൻ എന്റെ ദൈവമായ യഹോവയ്ക്ക് ഹോമയാഗം കഴിക്കുകയില്ല. എല്ലാവരും ചെലവില്ലാതെ ഞാൻ യാഗം കഴിക്കുകയില്ല. ചെലവില്ലാതെ യാഗമില്ല. അതായത് യേശുവിനെ സ്നേഹിക്കുന്ന, യേശു നമ്മളെ സ്നേഹിച്ചപ്പോ ഒത്തിരി ചെലവായി. എന്താ ചെലവായി? ജീവൻ, ലൈഫ് ബ്ലഡ്, ജീവരക്തമാണ് കൊടുക്കേണ്ടി വന്നത് മുഴുവൻ. 300 മില്ലി അല്ല, നമ്മളിവിടെ എന്റെ ബ്ലഡ് കൊടുക്കാൻ 300 ml എടുക്കുള്ളൂ. ഇത് മുഴുവൻ ബ്ലഡും തന്നു. അതിൻ്റെ അർത്ഥം അവന് ചെലവായി. അങ്ങനെ ഒരു യാഗമാണ് അവൻ കഴിച്ചത്. ബ്രാക്കറ്റിൽ പറയാം, തിരിച്ചവൻ പ്രതീക്ഷിക്കുന്നത് തന്നെയാണ്. ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കാത്ത, അല്ലെങ്കിൽ ജീവനെ നൽകാത്ത ആരും എൻ്റെ ശിഷ്യന്മാരല്ല. ബേസിക് ക്വാളിഫിക്കേഷനാ പറയുന്നത്. ബേസിക് ക്വാളിഫിക്കേഷൻ SSLC എന്ന് പറയുന്നത് പോലെ അടിസ്ഥാന യോഗ്യത അല്ലെ, ശമ്പള സ്കെയിലൊക്കെ അടിസ്ഥാന യോഗ്യത 10ാം ക്ലാസ് എന്ന് പറയുന്നത് പോലെ യേശു കർത്താവിൻ്റെ ശിഷ്യനാകാനുള്ള, വിശ്വാസിയുടെ കാര്യമല്ല പറയുന്നത്, ആർക്ക് യേശുവിൽ വിശ്വസിക്കാം, ശിഷ്യരാകാനുള്ള ബേസിക് ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് നാൾതോറും ക്രൂശ് എടുത്ത്, അതായത് കഷ്ടതകളുടെ അനുഭവങ്ങൾ, അവന് വേണ്ടിയുള്ള കഷ്ടത എടുത്ത് എൻ്റെ പിന്നാലെ വരാത്തവൻ, തൻ്റെ ജീവനെ കളയാത്തവൻ അതിന് നഷ്ടപ്പെടുത്തും. ജീവനെ കളയുന്നവൻ അത് കിട്ടും. യേശു മുഖാന്തരം ജീവൻ കൊടുക്കണം എന്നാണ് പറയുന്നത്. ഇനി ഇത് കേട്ടോ, ഞാൻ ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നൊരു സാധനം ഞാൻ നിങ്ങൾക്ക് വായിച്ചു തരികയാണ്. ടു ലവ് മീ ഇറ്റ് കോസ്റ്റ് ജീസസ് ഹിസ് ലൈഫ്. ടു ലവ് ജീസസ് ഇറ്റ് കോസ്റ്റ് മൈ ലൈഫ്. എന്നെ സ്നേഹിക്കാൻ വേണ്ടി യേശുവിന് ചെലവായത് സ്വന്തം ജീവനാണ്. യേശുവിനെ സ്നേഹിക്കാൻ എനിക്ക് ചെലവാകുന്നതും എൻ്റെ ജീവനാണ്. എഴുതി വെക്കുന്നത് നല്ലതാണ്, അല്ലെങ്കിൽ ട്വിറ്ററിലിട്ടോ ഇൻസ്റ്റഗ്രാമിലിട്ടോ എന്നാലും കുഴപ്പമില്ല. എന്നെ സ്നേഹിക്കാൻ വേണ്ടി യേശുവിന് ചെലവായത് അവന്റെ ജീവനാണ്. അങ്ങനെയെങ്കിൽ
യേശുവിനെ സ്നേഹിക്കാൻ വേണ്ടി എനിക്ക് ചെലവഴിക്കേണ്ടത് എൻ്റെ ജീവനായിരിക്കണം എന്ന് പറഞ്ഞാൽ, ഞാൻ ഒരു ഉദാഹരണം പറയുകയാണ്. ഒരാളെ യേശുവിൽ വിശ്വസിച്ച് കോളേജിൽ പഠിക്കുന്നൊരു പെൺകുട്ടി അടുത്തൊരു സഹപാഠി പറഞ്ഞ, അല്ലെങ്കിൽ കോളേജിൽ ഒരു പ്രേ ഗ്രൂപ്പിൽ ഒരാൾ പറഞ്ഞ് യേശുവിനെ സ്വീകരിച്ചു. വീട്ടിലറിഞ്ഞു. പറഞ്ഞു, ഈ പരിപാടി, ഈ മതപരമായ ഈ പരിപാടി, ഈ ബൈബിൾ എന്നൊക്കെ പറഞ്ഞു നടക്കുവാണെങ്കിൽ നീ എന്നെ ഇനി ഈ വീട്ടിലോട്ട് കയറണ്ട. മാത്രമല്ല, നീ എവിടെയെങ്കിലും പോയിക്ക് നിന്റെ കല്യാണം നടത്തി തരാൻ പോകുന്നില്ല, നീ തീരുമാനിച്ചു, ഒന്നുകിൽ ഈ വീട്ടിൽ അല്ലെങ്കിൽ നീ ഈ വീട് വിട്ടിറങ്ങണം എന്ന് പറഞ്ഞാൽ ആ പെൺകുട്ടി എന്തായിരിക്കും തീരുമാനിക്കാൻ പോകുന്നത്? യേശുവിന് വേണോ മാതാപിതാക്കളെ വേണോ? യേശുവിന് വേണോ ഇവർ പറയുന്ന നല്ല കല്യാണം വേണം? യേശുവിന് വേണം ഇവരെല്ലാവരുടെയും സ്നേഹം വേണം? ഇങ്ങനെ ഒരു അവസ്ഥ വരാം. എല്ലാവർക്കും ഇല്ലായിരിക്കാം, പലർക്കും വന്നിട്ടുണ്ട്, ഞാൻ അഭിമുഖീകരിച്ചിട്ടുണ്ട്. ഇതുപോലെ ഇതൊരു കോണ്ടെക്സ്റ്റാണ്, ഒരു സന്ദർഭം പറഞ്ഞതേ ഉള്ളൂ. ഇതുപോലെ ചില സമയത്ത് ഭയങ്കരമായ പ്രയാസങ്ങളിലൂടെ പോയ യേശുവിനെ സ്വീകരിച്ച നിമിത്തം തള്ളിക്കളയാനുള്ള എല്ലാ സാധ്യതകളും വരാം. യേശു എങ്ങാലും ആ കാൽവരി ക്രൂശിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുക, തോളൊടിഞ്ഞു, വീണു തകർന്നു. അവസാനം കർത്താവ് തീരുമാനിക്കുക, ഇനി എനിക്ക് മേല, ഈ ക്രൂശ് വിട്ട് തിരിച്ചു നടക്കുകയാണെന്നിരിക്കട്ടെ യേശു കർത്താവ്. യേശു തിരിച്ചു നടക്കുക, വേണ്ട, ഈ വീണ്ടെടുപ്പ് മനുഷ്യനെ വീണ്ടെടുക്കണ്ടെന്നേ, ഇത്രയും വേദനിച്ചിട്ടാണെങ്കിൽ ഈ വീണ്ടെടുപ്പ് വേണ്ട എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഈ ഡാമിയൻ എന്ന് പറയുന്ന ഈ മനുഷ്യൻ്റെ രക്ഷ എന്താകുമായിരുന്നു? ഞാൻ നിത്യ നരകത്തിൽ വീഴുമായിരുന്നു. അങ്ങനെയെങ്കിൽ നമ്മളോട് ശക്തമായ എബ്രായലേഖനം എഴുതിയ പുള്ളി പറയുവാണ്, തിരിഞ്ഞു നടക്കരുത്, ഗോ ഹെഡ്. മനസ്സിലാവുന്നുണ്ടോ? കാരണം ദ ക്യാപ്റ്റൻ ഓഫ് ദ സാൽവേഷൻ, രക്ഷാനായകൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. രക്ഷിക്കപ്പെടുന്നവരുടെ ക്യാപ്റ്റൻ സാധാരണ എവിടെയാണ് നടക്കുന്നത്? മുമ്പിലാണോ പുറകിലാണോ നടുക്കാണോ? ക്യാപ്റ്റൻ ഏറ്റവും മുമ്പിലല്ലേ? ക്യാപ്റ്റന്റെ ഡ്യൂട്ടികൾ ചിലത് പറയാം. ക്യാപ്റ്റനാണ് മാർച്ച് നടക്കുന്ന സമയത്ത് അതിൻ്റെ എല്ലാ അറേഞ്ച്മെന്റ്സും നടക്കുന്നത്, അല്ലേ? അങ്ങനെയെങ്കിൽ നമ്മുടെ ഈ മാർച്ച്, നമ്മുടെ ജേർണി, അതിൻ്റെ കംപ്ലീറ്റ് അറേഞ്ച്മെന്റ്സ് ആരാ ചെയ്യുന്നത്? ക്യാപ്റ്റൻ ഓഫ് അവർ സാൽവേഷൻ. ഹീസ് അവർ ക്യാപ്റ്റൻ. എല്ലാവരും പറഞ്ഞ, ജീസസ് ഈസ് മൈ ക്യാപ്റ്റൻ, ജീസസ് ഈസ് മൈ ക്യാപ്റ്റൻ, ദ ക്യാപ്റ്റൻ ഓഫ് മൈ സാൽവേഷൻ. അടുത്തത് ക്യാപ്റ്റൻ ആണ് കമാൻഡ്സ് നൽകുന്നത്. ഗോ, സ്റ്റോപ്പ്, കൽപ്പനകൾ, എന്ത് ചെയ്യണം എന്ന് പറയുന്നത്. ഇപ്പൊ യുദ്ധം ചെയ്യാനാണെങ്കിൽ അതിനുള്ള കമാൻഡ് കൊടുക്കുന്നത്. അപ്പോൾ ക്യാപ്റ്റനാണ് നമുക്കും കമാൻഡ് തരുന്നത്. അടുത്ത ഒരു കാര്യമാണ്, ക്യാപ്റ്റനാണ് എക്സാമ്പിൾ. ക്യാപ്റ്റൻ ചെയ്യുന്നത് പോലെയാണ് ബാക്കിയുള്ളവർ ചെയ്യുന്നത്. ഹീസ് ദി എക്സാമ്പിൾ. യേശുവാണ് നമ്മുടെ എക്സാമ്പിൾ, മാതൃകാ പുരുഷൻ. ക്യാപ്റ്റൻ്റെ വേറൊരു പ്രത്യേകതയാണ്, ഈ സോൾജേഴ്സ് ചില സമയത്ത് ഡിസ്കറേജ്ഡ് ആവും, തളരും. യാത്ര ചെയ്തും, ചിലപ്പോൾ ചെളിയിലൂടെ, ചിലപ്പോൾ പുഴ നീന്തി, ചിലപ്പോൾ മല കയറി, ചിലപ്പോൾ പൊന്തക്കാടുകളിൽ പതിയിരുന്ന്, ചിലപ്പോൾ കുറേയധികം ദിവസങ്ങൾ നിലം പൊത്തി കിടക്കേണ്ടി വരും, മുഖം അല്ലേ ഇങ്ങനെ കുറ്റിച്ചെടികളുടെ ഇടയിലൊക്കെ കിടക്കേണ്ടി വരും. ഇതെല്ലാം കൊണ്ട് ചില സമയത്ത് ചില പട്ടാളക്കാർ തകർന്ന് ഇനി ഇവ പോണെങ്കിൽ പോട്ടെ, തോക്കെങ്കിൽ തോൽക്കട്ടെ, ആ പരുവത്തിലെത്തുമ്പോൾ ക്യാപ്റ്റനാണ് എൻകറേജ്മെന്റ് നൽകുന്നത്. ഇതുപോലെ നമ്മളും തളർന്നു പോകുന്ന സമയത്ത് യേശു കർത്താവ് നമ്മുടെ ജീവിതത്തിൽ വന്നിട്ട് എന്ത് പറയും? Get up. Cheer up. I am there. ഞാനുണ്ട് കൂടെ, ഞാൻ ഈ വഴിക്ക് വന്നതാ. ഞാൻ ഇതുപോലെ ഫെഡപ്പായ ഒരു സമയമുണ്ട്, കഴിയുമെങ്കിൽ പാനപാത്രം തന്നെ എടുത്തു മാറ്റാൻ പറഞ്ഞ് പ്രാർത്ഥിച്ച സമയമുണ്ട്. മോളെ, ഞാനുണ്ട് കൂടെ. മോളെ, ഞാനല്ലേ കൂടെ ഉള്ളത്. ഈ ക്യാപ്റ്റൻ നമ്മളോട് കൂടെ ഉണ്ടെന്ന് എനിക്ക് എന്തൊക്കെയോ വരുന്നുണ്ട് കേട്ടോ. ഹല്ലേലൂയ. ഈ ക്യാപ്റ്റൻ നമ്മളോട് കൂടെ ഉണ്ട്. ഈ ക്യാപ്റ്റന്റെ മറ്റൊരു പ്രത്യേകത കൂടി പറയാം. ഹി റിവാർഡ്സ് ദ ട്രൂപ്സ്. ഈ യുദ്ധത്തിൽ എങ്ങാനും ജയിച്ചു കഴിഞ്ഞാൽ, നല്ലൊരു പട്ടാള സേവനം ചെയ്ത് പൂർത്തിയാക്കി കഴിഞ്ഞാൽ ഈ ക്യാപ്റ്റൻ ചെയ്യുന്നത് റിവാർഡ് കൊടുക്കും. സ്റ്റാറൊക്കെ കൊടുത്തുന്നിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇതെല്ലാം ചെയ്യുന്നവനാണ് ക്യാപ്റ്റൻ. യേശു, രക്ഷാനായകനായ യേശു, ഇനി കഷ്ടാനുഭവങ്ങളിലൂടെയാണ് അവൻ പൂർണ്ണനായതെന്ന് പറയുന്നു. അപ്പൊ എൻ്റെ ഒരു സംശയം, ഞാൻ നേരത്തെ സംശയം പ്രകടിപ്പിച്ചതാണ്, യേശു പൂർണ്ണനാണല്ലോ, പിന്നെ എന്തിനാ അവനെ തികഞ്ഞവനാക്കുന്നത്? ലോജിക്കലി നമ്മുടെ തലമണ്ടയിൽ വരുന്ന ചോദ്യമാണ്. എബ്രായ ലേഖനം വായിക്കുമ്പോൾ ഒത്തിരി പേർക്ക് കട്ടപ്പുക ഉണ്ടാകാറുണ്ട്, അതുകൊണ്ട് അത് അടച്ചു വെക്കാറുണ്ട്, പിന്നെ വിഴുങ്ങാറുണ്ട് ചിലർ, അല്ലേ?
ചവയ്ക്കാതെ വിഴുങ്ങുക. അങ്ങനത്തെ ഒത്തിരി വചനങ്ങളുണ്ട് നമുക്ക്. ബൈബിൾ സമസ്യ അതവിടെ ഇരുന്നോട്ടെ, നമ്മളൊന്നും ചെയ്യേണ്ടത്. വായിച്ചു എന്ന് പറയുന്നൊരു സമാധാനം. വായിച്ചു. പെട്ടൊരാൾ പറഞ്ഞു അവന് MA വായിച്ചതാണ്. എന്തിൻ്റെ അർത്ഥം? MA വായിച്ചെന്ന് പറഞ്ഞാൽ ഇവൻ പാസ്സായില്ല, ഇടയ്ക്ക് പോയി കുറച്ച് പുസ്തകം വായിച്ചിട്ട് പോകുന്നു. MA കംപ്ലീറ്റഡ് എന്നാണ് എൻ്റെ അർത്ഥം, കോഴ്സ് കംപ്ലീറ്റഡ്, പാസ്സായില്ല. അതുപോലെ നമ്മൾ ഇങ്ങനെ വായിച്ചു പോകുന്ന മനുഷ്യരാണ് നമ്മൾ. അപ്പോൾ അതിൽ വലിയൊരു സംഭവമല്ല, ഒത്തിരി സംശയങ്ങൾ എല്ലാവർക്കും ഉള്ളതാണ്. യേശുവിനെ പൂർണ്ണനാക്കുന്നത് എന്തിന്? അവൻ പൂർണ്ണനല്ലേ? അവൻ പൂർണ്ണ ദൈവമാണ്, പൂർണ്ണ മനുഷ്യനാണ്. ഇവിടെ കഷ്ടാനുഭവങ്ങളാൽ അവൻ തികഞ്ഞവനായി എന്ന് പറയുന്നത് മനുഷ്യത്വത്തിൻ്റെ കാര്യത്തിലാണ്. യേശു ദൈവമായിരുന്നു. ശ്രദ്ധിച്ച് കേൾക്കണം. അമ്മച്ചിയെ ഇവിടെ നോക്ക്, എല്ലാവരും ഇവിടെ നോക്ക്, സഹോദരിമാരും ഇവിടെ നോക്ക്, എല്ലാവരും ഇവിടെ നോക്ക്, കുഞ്ഞുങ്ങളെ നോക്ക്, അപ്പച്ചന്മാരെ നോക്ക്. യേശു പൂർണ്ണ ദൈവമാണ്. എന്നാൽ നമുക്ക് വേണ്ടി മനുഷ്യത്വം അവൻ ആഡ് ചെയ്തു. ഇപ്പം എന്തായി? ദൈവവും മനുഷ്യനുമായി തീർന്നു. എന്നാൽ ഈ മനുഷ്യത്വത്തിൻ്റെ കാര്യത്തിൽ അവൻ പൂർണ്ണ മനുഷ്യനായിട്ട് ഇങ്ങോട്ട് അവതരിക്കുകയല്ല ചെയ്തത്. ഒരു ദിവസം എല്ലാവരും കൂടി നോക്കി നിൽക്കുമ്പോൾ, അയ്യോ നോക്കി, പത്രോസ് യോഹന്നാനെല്ലാം നോക്കി, ഒരു മനുഷ്യൻ ഇറങ്ങി വരുന്നു സ്വർഗത്തിൽ നിന്ന്. നോക്കിയപ്പോൾ 33 വയസ്സോളം തോന്നിക്കുന്ന വലിയൊരു പൂർണ്ണ മനുഷ്യൻ. ആരാ? ഞാൻ മശിഹ. എന്തിനു വന്നു? നിങ്ങളെ വീണ്ടെടുക്കാൻ വേണ്ടി വന്നു. എവിടുന്ന് വരുന്നു? സ്വർഗത്തിൽ നിന്ന് പിതാവ് പറഞ്ഞിട്ട് വരും. അങ്ങനെയല്ല യേശു വന്നത്. എങ്ങനെയാ വന്നത്? ഒരു പുൽത്തൊഴുത്തിൽ ഒരു ശിശുവായി അവൻ ജനിച്ചു. അവിടെ നിന്നവൻ പൈതൽ വളർന്നു. അവൻ്റെ മനുഷ്യത്വം വളരുകയാണ്, അവൻ്റെ ശരീരം വളരുകയാണ്. ദൈവത്വത്തിൽ പൂർണ്ണനാണ്. ദൈവത്വത്തിൽ വളരാൻ സാധിക്കില്ല. ദൈവത്വത്തിൽ വളർച്ച ഉണ്ടെന്ന് പറഞ്ഞാൽ അത് ദൈവമേ അല്ല, ദൈവം എന്ന കോൺസെപ്റ്റേ പോയി. പക്ഷെ ഈ മനുഷ്യത്വം വളർന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാലും അങ്ങനെ അങ്ങോട്ട് പൂർണ്ണതായിട്ട് അവന് പാപമൊന്നുമില്ലല്ലോ, അങ്ങ് പോയാൽ പോരെ. നോ 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 നോ. നമ്മളൊക്കെ പാപത്തിൽ വീണ് കിടക്കുന്നത് കൊണ്ട് അവൻ എന്ത് ചെയ്തു? നമ്മുടെ പാപങ്ങൾ കൂടി ഏറ്റെടുത്തിട്ട്, അയ്യോ അവിടെയും തീർന്നില്ല, നമ്മുടെ കഷ്ടതകൾ കൂടെ അവനങ്ങ് എടുത്തു. എന്നിട്ട് നമ്മളുടെ എല്ലാ കഷ്ടാനുഭവങ്ങളിലൂടെ അവൻ പോയി. അവൻ്റെ ഇവിടെ നോക്കി, ഇവിടെ പിന്നെ ശ്രദ്ധ കളയല്ലേ, ഇവിടെ നോക്ക്. ആ കഷ്ടാനുഭവങ്ങളിൽ കൂടെ പോയി എങ്കിൽ മാത്രമേ നമ്മുടെ മനുഷ്യത്വത്തിന്റെ പൂർണ്ണത വരുള്ളൂ. കാരണം ഞാൻ കഷ്ടപ്പെടുന്നവനാണ്, കഷ്ടത അനുഭവിക്കുന്നവനാണ്. തീപ്പൊരി ഉയരത്തിൽ പാറുന്നത് പോലെ മനുഷ്യൻ കഷ്ടതയ്ക്കായി ജനിച്ചിരിക്കുന്നുവെന്ന് ഇയ്യോബും പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ കഷ്ടാനുഭവങ്ങളിലൂടെ പോയി അവൻ ക്യാപ്റ്റനായി. അയ്യോ, ആ കഷ്ടാനുഭവങ്ങളിൽ പോയില്ലായിരുന്നു, അവന്റെ ക്യാപ്റ്റൻഷിപ്പ് അവന് കിട്ടില്ലായിരുന്നു. കാരണം നമ്മളെ മനസ്സിലാക്കാൻ പറ്റുമോ? ക്യാപ്റ്റൻ, മനുഷ്യന്റെ കഷ്ടങ്ങളിൽ കിടക്കുന്ന, പാപത്തിൽ കിടക്കുന്നവരുടെ ക്യാപ്റ്റൻ ആകണമെങ്കിൽ അതൊന്ന് ടേസ്റ്റ് ചെയ്യണ്ടേ? അതുകൊണ്ട് കഷ്ടാനുഭവങ്ങളിലൂടെ പോയി അവൻ അനേക പുത്രന്മാരെ അവൻ തേജസ്സിലേക്ക് നടത്തിക്കൊണ്ടിരിക്കുക. ഹലോ, യേശുവിൽ വിശ്വസിച്ചിരിക്കുന്ന നമ്മൾ ഇപ്പോൾ നടക്കുന്നത് തേജസ്സിലേക്കാണ്, തീച്ചൂളയിലേക്കല്ല, നരകത്തിലേക്കല്ല എന്ന യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. ഒരു വാക്യം വേഗത്തിൽ വായിക്കണം, നമ്മുടെ സമയം തീർന്നുകൊണ്ടിരിക്കുകയാണ്. യേശയ്യാവിന്റെ പുസ്തകം 53:11 എടുത്ത് നോക്കി. Isaiah 53:10. Yet it was Lord's will to crush him and to cause him to suffer. എന്നാൽ അവനെ തകർത്ത് കളവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. അവന് കഷ്ടം വരുത്തി. അവന്റെ പ്രാണൻ ഒരു അകൃത്യയാഗമായി തീർന്നിട്ട് അവൻ സന്തതിയെ കാണുകയും ദീർഘായുസ് പ്രാപിക്കുകയും യഹോവയുടെ ഇഷ്ടം അവന്റെ കയ്യാൽ സാധിക്കുകയും ചെയ്യും. വളരെ ക്ലിയർ അല്ലേ? സെയിം സാധനമാണ് യേശയ്യാവ് എഴുതി വെച്ചിരിക്കുന്നത്. ദൈവത്തിന് യഹോവയ്ക്ക് ഇഷ്ടം തോന്നി, ഇങ്ങനെയാണ് പോകേണ്ടത്. ഇപ്പൊ നമ്മുടെ ഇതായിട്ട് മാറുകയാണ്. അനേക പുത്രന്മാരെ തേജസ്സിലേക്ക് എന്ന് പറഞ്ഞിടത്ത് ഇവിടെ സന്തതിയെ കാണുകയും, സന്തതിയെ കാണുക, ഏതാണ്ട് വളരെ സിമിലാരിറ്റി. ഹല്ലേലൂയ. അതിനുശേഷം പിന്നെ പറയുന്നുണ്ട് ശുദ്ധീകരിക്കുന്നവനും ശുദ്ധീകരിക്കപ്പെടുന്നവരും. എബ്രായ ലേഖനത്തിലേക്ക് തിരിച്ചു വന്നാൽ അവിടെ ആ കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്നിട്ട് പിന്നെ പറയുന്നൊരു കാര്യമാണ്, ഹീസ് നോട്ട് അഷെയിംഡ് ടു കോൾ ദം ബ്രദറൻ. ജീസസ് ഈസ് നോട്ട് അഷെയിംഡ് ടു കോൾ ദം ബ്രദറൻ. അല്ലേ? സഹോദരന്മാരെന്ന് വിളിക്കുന്നതിൽ ലജ്ജിക്കുന്നില്ല. ഇങ്ങനെയെല്ലാം പോയ ശേഷം അവൻ നമ്മുടെ സഹോദരൻ
നമ്മളെ സഹോദരന്മാരെന്ന് അവൻ വിളിക്കുന്നു. അങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നത്. ആ കാര്യത്തിൽ അവൻ ലജ്ജിക്കുന്നില്ല. ഇവിടെ ഒരു കാര്യം ഓർത്തെ, ഈ ഒരു 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 മൾട്ടി മില്യണർ, ഒരു കോടീശ്വരൻ ഒരു ചേരിയിലുള്ള ഒരാളുമായി കൂട്ടായി എന്നിരിക്കട്ടെ. ഈ ചേരിയിലുള്ള ഒരാൾക്ക് എന്ന് പറഞ്ഞാൽ മുഴുപട്ടിണി കിടക്കുന്ന ചേരിയിൽ കിടക്കുന്ന ഒരാൾക്ക് ഒരു കോടീശ്വരനുമായി കൂട്ടുകൂടിയാൽ ആർക്കാ മൈലേജ് കിട്ടുന്നത്? കൂടുതൽ ചേരിയിലുള്ള ആൾക്ക്. അയാൾക്ക് വല്ല നാണമുണ്ടോ? ഇയാൾ എന്നെ കൂട്ടുകാരനാണെന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവമല്ലേ? പക്ഷെ ആ കോടീശ്വരനെ സംബന്ധിച്ചിടത്തോളൊരു നാണം വരും. ഇങ്ങനെയുള്ളവന്മാരാണ് ഈ കീറ്റ തുണി ഇട്ടുകൊണ്ട് നടക്കുന്നതാണ് നിന്റെ കൂട്ടുകാരൻ, അയാൾക്ക് നാണം വരും. ഇതുപോലെ യേശു നമുക്ക് യേശുവായിട്ട് നമുക്ക് ബന്ധമുണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് അഭിമാനമാണ്. എന്നാൽ യേശുവിന് നമ്മളുമായി കണക്ഷൻ വന്നാൽ അത് അപമാനമാണ്. കാരണം എന്താ? അവൻ ദൈവപുത്രൻ, ദൈവം, പവിത്രൻ, നിർദോഷൻ, നിഷ്കളങ്കൻ, അങ്ങനെയുള്ള ഒരാൾ പാപികളുമായി കൂട്ടുകൂടിയിരിക്കുന്നു. എന്നിട്ടും നമ്മളെ സഹോദരന്മാരെന്ന് വിളിക്കുന്നതിൽ നാണമില്ല. ഇവിടെ നോക്കിയേ, ഇനി നമ്മളെങ്ങാലും യേശു എൻ്റെ ദൈവമാണെന്നോ രക്ഷകനാണെന്ന് പറഞ്ഞാൽ, നാണമാണെന്ന് പറഞ്ഞാൽ തല്ലു വെച്ചിട്ടുണ്ടെന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നു. യേശു കർത്താവ് തന്നെ പറഞ്ഞു, മനുഷ്യരുടെ മുമ്പിൽ എൻ്റെ നാമത്തെ ഏറ്റുപറയാൻ ലജ്ജിക്കുന്നവൻ്റെ പേര് പിതാവിൻ്റെ മുമ്പിൽ പറയാൻ ഞാൻ ലജ്ജിക്കും. കാരണം അത് ഇത്രയും ഉയർന്നവനായ മൂന്നാം സ്വർഗത്തിലിരിക്കുന്ന ഞാൻ വന്ന് നിങ്ങളുടെ കൂട്ടുകാരനായ പാപികളുടെയും ചുങ്കക്കാരുടെയും കൂട്ടുകാരെന്നുള്ള ഇരട്ടപ്പേരും കിട്ടി നിങ്ങൾക്ക് വേണ്ടി ഇത്രയെല്ലാം ചെയ്തിട്ട് എൻ്റെ നാമം പരസ്യമായി പറയാൻ നിനക്ക് ലജ്ജയാണെന്നോ? ഒട്ടുക്കണ്ടേ? ഞാൻ നിങ്ങളെ സഹോദരന്മാരെന്ന് വിളിക്കുന്നു. അതിനുള്ള വാക്യങ്ങൾ കൂടെ എഴുതിക്കോ. മർക്കോസ് 3:34-35. അവിടെ യേശു കർത്താവ് പറയുന്നുണ്ട്, ഇതാ അമ്മയും സഹോദരന്മാരും, എന്റെ അമ്മയും സഹോദരന്മാരും ഇതാ, ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുന്നവൻ തന്നെ എന്റെ സഹോദരനും സഹോദരിയും അമ്മയും ആകുന്നു എന്ന് പറഞ്ഞു. ഒന്ന് ആലോചിച്ച്, യേശു കർത്താവ് നമ്മുടെ വീട്ടുകാരനാണെന്നാ പറഞ്ഞു വരുന്നത്. എൻ്റെ അമ്മ, എൻ്റെ പെങ്ങന്മാര്, എൻ്റെ സഹോദരൻ, എൻ്റെ അത്രയും കർത്താവ് വരും. ഇനി യോഹന്നാൻ 20:17 അവിടെ യേശു മറിയയോട് പറയുമ്പോൾ, ഡു നോട്ട് ഹോൾഡ് ഓൺ ടു മീ, ഐ ഹാവ് നോട്ട് യെറ്റ് അസെൻഡഡ് ടു ദ ഫാദർ, ഗോ ഇൻസ്റ്റഡ് ടു മൈ ബ്രദേഴ്സ്. ശിഷ്യന്മാരെ വിളിക്കുന്നത് എൻ്റെ സഹോദരന്മാർ. എന്നിട്ട് പറയണം, ഐ എം അസെൻഡിങ് ടു മൈ ഫാദർ ആൻഡ് യുവർ ഫാദർ, ടു മൈ ഗോഡ് ആൻഡ് യുവർ ഗോഡ്. യേശു അവളോട്, എന്നെ തുടരുത്, ഞാൻ ഇതുവരെ പിതാവിന്റെ അടുക്കൽ കയറിപ്പോയില്ല. എങ്കിലും നീ എന്റെ സഹോദരന്മാരെ അടുക്കൽ ചെന്ന് എന്റെ പിതാവും നിങ്ങളുടെ പിതാവും എന്റെ ദൈവവും നിങ്ങളുടെ ദൈവവുമായവന്റെ അടുക്കൽ ഞാൻ കയറിപ്പോകുന്നു എന്ന് അവരോട് പറയുക എന്ന് പറഞ്ഞു. അപ്പോ അവിടെ ശിഷ്യന്മാരെ ഇപ്പൊ പറയുന്നത് എന്റെ ബ്രദേഴ്സ് എന്നാ പറയുന്നത്, ഒരപ്പനാണെന്നാ പറയുന്നത്. നമുക്ക് എല്ലാവർക്കും കൂടി ഒരപ്പനേ ഉള്ളൂ. ഏകജാതനായ പുത്രൻ ഇവിടെ വന്നിട്ട് അവന്റെ അപ്പനെ നമ്മുടെ അപ്പനാക്കി. ഭയങ്കര സംഭവമാണ്. അതിനുശേഷം ആ ഭാഗത്ത് പറയുന്ന കുറെ കാര്യങ്ങളുണ്ട്. അതായത് എബ്രായ ലേഖനത്തിൽ ആ ഭാഗത്ത് പറയുന്ന കുറെ കാര്യങ്ങളുണ്ട്. ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് ദി അസംബ്ലി ഐ വിൽ സിംഗ് പ്രൈസസ് ടു യു. സഭാമധ്യേ ഞാൻ നിന്നെ ഘോഷിക്കുന്ന കീർത്തനം. ഐ വിൽ സിംഗ് പ്രൈസ് ടു യു എന്നാണ് ഇംഗ്ലീഷിൽ. ഞാൻ നിനക്ക് സ്തുതിയുടെ പാട്ടുകൾ പാടും. ഞാൻ നിന്റെ നാമത്തെ എന്റെ സഹോദരന്മാരോട് കീർത്തിക്കും, സഭാമധ്യേ ഞാൻ നിന്നെ സ്തുതിക്കും എന്നല്ല പറയുന്നത്. അപ്പോ അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, യേശു കർത്താവ് സ്തുതിയുടെ പാട്ടുകൾ പാടുമെന്ന് പറഞ്ഞു. അയ്യോ, യേശു എപ്പോഴെങ്കിലും പാട്ട് പാടിയിട്ടുണ്ടോ? സുവിശേഷത്തിൽ മൊത്തം ഒന്ന് ആലോചിച്ച് നോക്കി. ആർക്കെങ്കിലും പറയാമോ യേശു കർത്താവ് എപ്പോഴെങ്കിലും പാട്ട് പാടിയിട്ടുണ്ടോ? ചിന്തിച്ചു നോക്ക്, നന്നായിട്ട് ചിന്തിക്കും. ഉണ്ട് മക്കളെ. പെസഹ രാത്രിയിൽ അവിടെ പറയുന്നത് അവൻ സ്തോത്രഗീതം പാടിയ ശേഷമാണ് പോയത്, ഗെത്സമനേയിലേക്ക് പോയത്. എൻ്റെ അർത്ഥം ഒന്ന് ആലോചിക്കുക. എല്ലാവരും കൂടി ഇരിക്കുന്ന സമയത്ത്, യേശു കർത്താവ് എല്ലാം കൊടുത്ത ആ സമയത്ത് യേശു ഒരു പാട്ടെടുത്തിട്ടു. യേശുവിൻ്റെ പാട്ടൊന്നും നമുക്ക് കേൾക്കേണ്ടതല്ലേ? എങ്ങനെയായിരിക്കും അവൻ്റെ വോയിസ്? എല്ലാവർക്കും ശബ്ദം നൽകിയവൻ്റെ ശബ്ദം നല്ല വിബ്രാറ്റോയിലൊക്കെ എടുത്ത് ഒരു സ്തോത്രഗീതം. സഭാമധ്യേ, സഹോദരന്മാരുടെ മധ്യത്തിൽ ഞാൻ നിന്നെ കീർത്തിക്കും. അല്ലേ? ആരാണത്? ബ്രദേഴ്സ് അല്ലേ? സഹോദരന്മാരെന്ന് താൻ വിളിച്ച ശിഷ്യന്മാരിരിക്കുമ്പോൾ മധ്യത്തിൽ പിതാവിനൊരു സ്തോത്രഗീതം പാടി. എന്നിട്ടാ പോയത്. ഹല്ലേലൂയ, ഐ ആം ഫുള്ളി ചാർജ്ഡ്. ഇതൊക്കെ, ആ ഭാഗങ്ങളൊക്കെ ഏഷ്യാവ് 8:18 തുടങ്ങിയ ഭാഗങ്ങളിലൊക്കെ ഈ ഭാഗങ്ങൾ പറഞ്ഞിട്ടുണ്ട്.
പ്രാർത്ഥിക്കാം. നമുക്ക് സമയം പോരാ. കർത്താവെ, ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യെസ് ലോർഡ്. ഞങ്ങൾക്ക് ഈ വചനം പറഞ്ഞു തരുന്നതിനായി നന്ദി. പരിശുദ്ധാത്മാവേ, കൂടുതൽ ആഴങ്ങളിലേക്ക് ഞങ്ങളെ നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രോഗികളായിരിക്കുന്നവരെ അങ്ങ് സൗഖ്യമാക്കണമേ. എല്ലാവരും കൈനീട്ടുക. ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ രോഗികൾ സൗഖ്യമാകട്ടെ, വിടുതൽ പ്രാപിക്കട്ടെ എന്നങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അസ്ഥികളുടെ തകരാറുകൾ സൗഖ്യമാകട്ടെ, അലർജികൾ സൗഖ്യമാകട്ടെ. നിങ്ങൾ കൈനീട്ടി പിടിക്കുമ്പോൾ നിങ്ങൾ വിശ്വസിക്കുക, വിടുതൽ യേശുവിൻ്റെ നാമത്തിൽ ഉണ്ടാകട്ടെ. ആമേൻ. ഞാൻ ചുരുക്കിയാണ് പ്രാർത്ഥിക്കുന്നത്, അതുകൊണ്ട് പ്രാർത്ഥനയ്ക്ക് ഇഫക്റ്റ് ഇല്ലെന്നല്ല. എന്നാൽ വിശദമായി കൂടുതൽ പ്രാർത്ഥന ആവശ്യമുള്ള ഒരു പ്രെയർ ലൈൻ നമ്പറിൽ വിളിക്കുക. നിങ്ങൾക്ക് ഈ മോർണിംഗ് ഗ്ലോറി ഇഷ്ടപ്പെടുന്നെങ്കിൽ അനേകരെ, കൂടുതൽ പേരുടെ അടുക്കിലേക്ക് എത്തിക്കാൻ ഇതിൻ്റെ എപ്പിസോഡുകൾ സ്പോൺസർ ചെയ്യാം. ബാക്കിയുള്ള ഭാഗം നാളെ പല പ്രാവശ്യം വായിക്കുക. ഈ അധ്യായത്തിൻ്റെ ബാക്കിയുള്ള ഭാഗം നമ്മൾ തുടർന്ന് നാളെ ഇത് ചിന്തിക്കും. ഗോഡ് ബ്ലെസ് യു ഓൾ. Bye-bye.